ഇന്ന് നമ്മൾ പഠിക്കുന്നത് അസംബ്ലി ലെവൽ ലാംഗ്വേജ് ALL എന്നാണ് ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. ALLനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മിഡിൽ ലെവൽ ആൻഡ് നെയ്മഡ് ആസ് സെക്കൻഡ് ജനറേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിന് സെക്കൻഡ് ജനറേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുകൂടി പറയുന്നുണ്ട്. Next point, it contains the same instruction as machine level language, but the instruction and the variables have specific names, mnemonics or commands instead of being just binary numbers. അതായത് ഇതിൽ മെഷീൻ ലെവൽ ലാംഗ്വേജിലെ സെയിം ഇൻസ്ട്രക്ഷൻസ് ആണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് വേരിയബിൾസ് ഹാവ് സ്പെസിഫിക് നെയിംസ്, ന്യൂമോണിക്സ് ഓർ കമാൻഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ജസ്റ്റ് ബൈനറി നമ്പേഴ്സ്. Next, to understand the assembly language, computer must require an assembler. അതായത് അസംബ്ലി ലാംഗ്വേജിനെ മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറിന് ഒരു അസംബ്ലർ ആവശ്യമാണ്. പിന്നെ നെക്സ്റ്റ്, ദ അസംബ്ലർ ഈസ് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ വിച്ച് ട്രാൻസ്ലേറ്റ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു ദ മെഷീൻ ലാംഗ്വേജ്. അതായത് അസംബ്ലർ പറയേണ്ട ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ ആണ്. അത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അസംബ്ലി ലെവൽ ലാംഗ്വേജിൻ്റെ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ഹ്യൂമൻ ദാൻ മെഷീൻ ലാംഗ്വേജ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസസ് ന്യൂമോണിക്സ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ ബൈനറി ഡിജിറ്റ്സ്. അതായത് മെഷീൻ ലാംഗ്വേജിനേക്കാൾ മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. കാരണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ന്യൂമോണിക്സ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ ബൈനറി ഡിജിറ്റ്സ് ആണ്. പിന്നെ സെക്കൻഡ് പോയിന്റ്, ടു ഡെവലപ്പ് എ പ്രോഗ്രാം ഇറ്റ്സ് ടേക്ക് ലെസ് ടൈം ദാൻ മെഷീൻ ലാംഗ്വേജ്. അതായത് നമ്മളൊരു പ്രോഗ്രാമിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ മെഷീൻ ലാംഗ്വേജിനേക്കാൾ കുറച്ച് ടൈം മതി. പിന്നെ തേർഡ് പോയിന്റ്, ഡീബഗ്ഗിങ് ഈസ് ഈസിയർ ദാൻ മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഇനി നമുക്ക് അസംബ്ലി ലെവൽ ലാംഗ്വേജിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ മെഷീൻ ഡിപ്പെൻഡ് ലാംഗ്വേജ് ഡ്യൂ ടു ദാറ്റ് പ്രോഗ്രാം ഡിസൈൻ ഫോർ വൺ മെഷീൻ നോ യൂസ് ഓഫ് അതർ മെഷീൻ. അതായത് ഇത് മെഷീൻ ഡിപ്പെൻഡ് ലാംഗ്വേജ് ആയത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, സംടൈം ഇറ്റ് ഈസ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ കമാൻഡ്സ് യൂസ്ഡ്. അതായത് നമ്മൾ ചില ടൈമിൽ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണെന്ന് ഇതിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയാണ് പറയുന്നത്.